ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ് ഈ വിഷ്ണുമായ ചാത്തൻ സേവ. ഈ വിഷ്ണുമായ ചാത്തൻ സേവ ബിഗ് ബോസിലുണ്ട് ചാത്തൻ സേവ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അനുമോളുടെ കയ്യിലൊരു പാവയുണ്ട്, പ്ലാച്ചി എന്ന് പറയുന്നത്. ഇപ്പം റീൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലബൂബു എന്ന് പറഞ്ഞൊരു പാവയുണ്ട്. ഈ ലബൂബു വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ്, അങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അനുമോള് ഇത് വെച്ച് തമാശ രൂപേണ ആണെങ്കിൽ ഇങ്ങനെ 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 എന്തൊക്കെയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ശിവന്റെ ഒരു സന്തതിയായിട്ടും അതൊരു എനർജി ആയിട്ടൊക്കെയാണ് പറയുന്നത്. അതൊരു ഉഗ്രമൂർത്തിയാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശരത്ത് അപ്പാനിക്കാണെങ്കിൽ അവർക്കൊക്കെ ഇത് ഫീൽ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനർജീസിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഈ ഒരു പ്ലാച്ചി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പാവയിടാത്ത എന്തെങ്കിലും ഈ കൂടോത്രമൊന്നും സാധനമില്ലേ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ചുണുണ്ടെങ്കിൽ എന്നെ വെല്ലുവിളിക്കാം. ഒരാൾ മരിച്ചുപോയ കാര്യം നീ ആ ആളെ കൊണ്ട് കാണിച്ചിട്ട് പറയിക്കാം. ഈ പറയുന്ന പ്ലാച്ചി എന്ന് പറയുന്ന ഈ പാവയ്ക്കും നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഈ പറയുന്ന ശരത്തിനും അഡ്വക്കേഷനും. അതെ, പക്ഷെ അതിനെ പറ്റിയിട്ട് എന്താണ് ഈ പറയാൻ വേണ്ടി പേടിക്കുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നത് എന്താണ്? ഈ പറയുന്ന പ്ലാച്ചി എന്ന് പറഞ്ഞൊരു പാവം ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് ചിലപ്പം ആരെങ്കിലും എന്തെങ്കിലും എനർജി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി വർക്കാവാം. ഞാൻ ആക്ച്വലി എന്നെ അറിയപ്പെടുന്നത് ഹിപ്നോട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഹീലർ എന്നുള്ള രീതിയിലാണ് എന്നെ അറിയപ്പെടുന്നത്. കാര്യം മെൻ്റലിസം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്കിൻ്റെ ഒരു ഹയർ ഫോം, അത്രയേ ഉള്ളൂ. സൂയിസൈഡ് ടെൻഡൻസി എൻ്റെ അടുത്ത് വന്ന പല ആളുകളും സെക്ഷൻ കഴിയുമ്പോഴത്തേക്ക് എന്തിനാണ് ഞാൻ ഈ സൂയിസൈഡ് ചിന്തിച്ചത്, എനിക്ക് എൻ്റെ ഫാമിലി ഇല്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കും. പലരും പറയുന്നുണ്ട്, നമ്മളെ കണ്ടോടെ പറയും ചേട്ടാ മെൻ്റലിസ്റ്റ് അല്ലേ, എനിക്ക് എൻ്റെ അടുത്ത് വരില്ല, എൻ്റെ കണ്ണിൽ നോക്കില്ല, കണ്ണിൽ കൂടെ എല്ലാ രഹസ്യങ്ങളും എടുക്കും എന്നുള്ളത് എൻ്റെ ഒരിക്കലും അങ്ങനെയൊന്നും പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഹായ് ഹലോ, ഫെയിം സ്റ്റെപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാലു. ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹം എൻ്റെ കൂടെ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. സോ ഒരു വർഷക്കാല അളവിനിടയിൽ ഭയങ്കരമായ മാറ്റമാണ് ആൾക്ക് വന്നിട്ടുള്ളത്. ഒരു വ്ളോഗറും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളിൽ നിന്നും ഇന്ന് അദ്ദേഹം ഒരു മെന്റലിസ്റ്റ് ആണ്, ഹിപ്നോട്ടിസ്റ്റ് ആണ്, പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത ലെവൽ ആൾ എത്തി നിൽക്കുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം പെട്രാക്സ് ബോയ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വർഷം മുമ്പ് നമ്മൾ കാണാൻ പോലെ ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഒരു ഇന്റർവ്യൂ നമ്മൾ എടുക്കുന്നത്. സോ അവിടെ നിന്ന് ഒരുപാട് മാറ്റം, തിരിച്ചറിവ് തന്നെയാണ്, ജീവിതത്തിലെ തിരിച്ചറിവ് തന്നെയാണ് ഈ ഒരു മേഖലയിൽ കൊണ്ടെത്തിച്ചതും. മനുഷ്യൻ്റെ മനസ്സുകളെ പറ്റിയുള്ള പഠിത്തം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റി അറിയാനുള്ള ത്വര കൊണ്ട് പോയി അവസാനം ഇവിടെ എത്തി. ഇപ്പം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വ്ളോഗ്, ഈ ഒരു രീതിയിൽ ഫാമിലി വ്ളോഗാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്തു പോയ ആൾ പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പം ഹിപ്നോട്ടിസം, മെൻ്റലിസം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോഴും കറൻ്റ്ലി ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് കണ്ടാൽ തെറ്റാണ് എന്നെനിക്ക് പൂർണ്ണമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളോട് ഞാൻ ഇപ്പോഴും റിയാക്ട് ചെയ്യും. അതെൻ്റെ വീഡിയോസിൽ ഇപ്പോഴും കാണുമ്പോഴും കാണാം. അതുപോലെ തന്നെ ഫാമിലി ഓറിയൻറ്റഡ് ചാനൽ, അത് ഫാമിലിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഇപ്പം ഒരു കുഞ്ഞായിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈഫും ഉമ്മയും ഫാമിലിയൊക്കെ ആയിട്ട് അവരിങ്ങനെ ഇട്ട് പോകുന്നുണ്ട്. ഒപ്പം ഞാനൊരു പോയിന്റ് എത്തിയപ്പോൾ ചിന്തിച്ചു, എന്തിനാണ് മറ്റുള്ളവരുടെ ഫാമിലിയിലോട്ട് ഇടിച്ചു കയറി എത്തി നോക്കി അവരെ പറ്റി കുറ്റം പറഞ്ഞ് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവരുടെ വിഷമവും അവരുടെ കണ്ണീരും കണ്ടുകൊണ്ട് എന്തിനാണ് വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നത് എന്നൊരു തോട്ട് വന്നപ്പോഴാണ് ഞാനത് വേണ്ട എന്ന് തീരുമാനിച്ചത്. അതേസമയം കണ്ടാൽ പബ്ലിക്കിന് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ കണ്ടാൽ പ്രതികരിക്കും. പഴയതുപോലെ ഗോസിപ്പുകൾക്ക് പിന്നാലെ ഓടാനും, അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിലൊക്കെ പോയിട്ട് അവർക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ അവരുടെ കുടുംബത്തിനെ പറ്റിയൊക്കെ സംസാരിക്കണം എന്നുള്ള ആ ഒരു സാധനം വന്നപ്പോഴത്തേക്കാണ് അതങ്ങ് വിട്ടത്. പൂർണ്ണമായിട്ടും റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപേക്ഷിച്ചു. അതാണ് പറഞ്ഞത്, പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഏതെങ്കിലും ഒരു മേഖലകളിൽ നമുക്ക് പൂർണ്ണമായിട്ട് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞ ചില കാര്യങ്ങളില്ലേ, ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ബസ്സിലിരുന്നുകൊണ്ട് ഒരു ആള്, നമുക്കറിയുന്ന ഒരാളുടെ പറ്റി ഇങ്ങനെ മോശം ഒരു പ്രവൃത്തി കാണിച്ചു. അപ്പോൾ അത് എന്താണ്, അത് പ്രതികരിക്കണം എങ്കിൽ അതിൻ്റെ ഒരു സയൻറ്റിഫിക് സൈഡ്, അല്ലെങ്കിൽ അത് എന്ത് ടൈപ്പ് അസുഖമാണ്, അതെന്തുകൊണ്ടാണ് ആ എക്സിബിഷൻ എന്ന് പറയും അസുഖത്തിന്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഇത് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് സൈഡും അതിൻ്റെ അസുഖത്തെ പറ്റിയൊക്കെ സംസാരിച്ചിടുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം കറന്റ്ലി ചെയ്യുന്നത് മെന്റലിസം, ഹിപ്നോട്ടിസം ആണ്. അല്ല, മെന്റലിസം എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് മെന്റലിസം എന്നെ ഒരിക്കലും ഒരു മെന്റലിസ്റ്റ് ആണ് എന്ന് പറയാൻ
ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആളാണ്. ഞാൻ ആക്ച്വലി എന്നെ അറിയപ്പെടുന്നത് ഹിപ്നോട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഹീലർ എന്നുള്ള രീതിയിലാണ് എന്നെ അറിയപ്പെടുന്നത്. കാര്യം മെന്റലിസം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്കിൻ്റെ ഒരു ഹയർ ഫോം, അത്രയേ ഉള്ളൂ. മാജിക് നമ്മൾ എങ്ങനെയാണോ കൺകെട്ട് വിദ്യ, നമ്മൾ അറിയാണ്ട് ഒരു തൊപ്പിയുടെ അകത്തുനിന്ന് പ്രാവിനെ എടുക്കുന്നു, ആ പ്രാവ് എവിടെ നിന്ന് വരുന്നു, അവരെ വെച്ചിട്ട് എടുക്കുന്നു. ലൈക്ക് അത് തന്നെയാണ് മെന്റലിസവും. അവർ വെക്കുന്ന ഒരു സാധനം എടുത്ത് തിരിച്ചു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ മെന്റലിസത്തിൽ. ഓക്കെ, അപ്പൊ ഈ മെന്റലിസം ഹിപ്നോട്ടിസം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്? ഉറപ്പായിട്ടും കടലും ആകാശവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് മെന്റലിസവും ഹിപ്നോട്ടിസം തമ്മിൽ. ഞാൻ പറഞ്ഞില്ലേ, മെന്റലിസത്തിനകത്ത് പല ടൈപ്പ് കാര്യമാണ്. നമ്മൾ അത് പറഞ്ഞു കൊടുത്ത് എന്തിനാ അവരുടെ കഞ്ഞിയിൽ പാറ്റിടുന്നത്. സോ അതിൻ്റെ മെത്തേഡ്സ് കാളൊന്നും പറയുന്നില്ല. അത് ഒരു ആർട്ട് ഫോമാണ്. ആർട്ട് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ മാജിക് അത് തന്നെയാണ് മെന്റലിസവും. അതേസമയം ഹിപ്നോട്ടിസത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിപ്നോട്ടിസം പ്യുവർ സയൻസ് ആണ്. സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്സസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. ഒരാളിന് റിലാക്സേഷൻ കൊടുത്തുകൊണ്ട് അവരുടെ ബ്രെയിനിൻ്റെ ഏറ്റവും റിലാക്സിങ് സ്റ്റേറ്റിലോട്ട് ബ്രെയിനിനെ കൊണ്ടെത്തിച്ചുകൊണ്ട് ആക്സസ് വാങ്ങിച്ച് അവർക്ക് കുറേ കാര്യങ്ങൾ ഹീൽ ചെയ്യാനും അല്ലെങ്കിൽ എന്താണോ അവിടെ ആഗ്രഹങ്ങൾ അതിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരുപാട് യൂസ് ഉണ്ട്. ഇപ്പോൾ തെറാപ്പി സൈഡുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം, സ്റ്റേജ് ഹിപ്നോട്ടിസം, സെൽഫ് ഹിപ്നോട്ടിസം, തെറാപ്പിക്കുള്ള ഹിപ്നോട്ടിസം, നോൺ വെർബൽ ഹിപ്നോട്ടിസം, പ്രോഗ്രസീവ് ഹിപ്നോട്ടിസം, റാപ്പിഡ് ഹിപ്നോട്ടിസം, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഹിപ്നോട്ടിസം ഉണ്ട്. അതിപ്പോൾ തെറാപ്പി സൈഡ് ആകുമ്പോഴത്തേക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, സൂയിസൈഡ് ടെൻഡൻസി, സ്ക്രീസോഫീനിയൊക്കെ ഒരു കുറയ്ക്കാൻ പറ്റാത്ത സാധനമാണ്. പക്ഷേ ഒരു ലെവൽ വരെ നമുക്ക് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സൂയിസൈഡ് ടെൻഡൻസി എൻ്റെ അടുത്ത് വന്ന പല ആളുകളും സെക്ഷൻ കഴിയുമ്പോഴത്തേക്ക് എന്തിനാണ് ഞാൻ ഈ സൂയിസൈഡ് ചിന്തിച്ചത്, എനിക്ക് എൻ്റെ ഫാമിലി ഇല്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോകും. അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫോബിയാസ്, അക്രോഫോബിയ അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ. ഇപ്പോൾ അക്രോഫോബിയ ഹൈറ്റിനെ പറ്റി, ഹൈഡ്രോഫോബിയ വെള്ളത്തിനെ പറ്റിയുള്ള പേടി. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള പേടികളുണ്ടാവാം. ഏതെങ്കിലും ഒരു ട്രോമ ഉണ്ടാവാനുള്ള കാരണം കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ ഹൈറ്റിൽ നിന്ന് പണ്ട് വീണ ഒരാൾക്കായിരിക്കും പിന്നെ ഹൈറ്റ് കാണാൻ പേടി. അപ്പോൾ ആ ഒരു മെമ്മറിയിലോട്ട് നമുക്ക് 18,100 കോടി ന്യൂറോൺസ് ആണ് ബ്രെയിനിലുള്ളത്. അപ്പോൾ ആ ഒരു ന്യൂറോൺസ് എന്ന് പറയുന്ന ഓരോ ചാപ്റ്റർ ഫയലുകളാക്കാണ് നമ്മൾ അവിടെ കൊണ്ടുപോകുന്നു, അവിടെ റിലാക്സ് ആക്കി അവരുടെ മെമ്മറി. നമ്മൾ അന്യൻ സിനിമയിൽ കണ്ടിട്ടില്ലേ, അമ്പി എന്ന് പറയുന്ന ക്യാരക്ടർ അന്യനാവാനുള്ള കാരണം കുട്ടിക്കാലത്ത് അവൻ്റെ സ്നേഹിച്ചിരുന്ന ആൾ മറ്റേ വെള്ളത്തിൽ വീണ് കറണ്ടടിച്ച് മരിച്ചതാണ്. ആ ഒരു പോയിന്റ് കൊണ്ടുവന്ന് ഹീൽ ചെയ്യാനായിട്ട് ആൾ ശ്രമിക്കുന്നുണ്ട്, ഒരു ഹിപ്നോട്ടിസ്റ്റ്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. എവിടെയാണോ അവർക്കൊരു പ്രശ്നം ഉണ്ടായത് ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവരെ നമ്മൾ ആ ഒരു എന്താണോ ആ ഒരു ഇഷ്യൂ അതിനെ നമ്മൾ ഹീൽ ചെയ്ത് തിരിച്ച് വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ആൾ ഹീലപ്പായിട്ട് വരും. പുതിയൊരാളായിരിക്കും. ചിലപ്പോൾ അതൊരു സ്വപ്നം പോലെ ആൾക്ക് ഫീൽ ചെയ്യും. അതാണ് ഇത് ഈ പറയുന്ന ഹിപ്നോ തെറാപ്പി അല്ലെങ്കിൽ ഈ തെറാപ്പിറ്റിക്കൽ സൈഡ്. സ്ട്രീറ്റ് ആകുമ്പോഴത്തേക്ക് വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ തന്നെ ഫെയിം സ്റ്റെപ്പിൽ തന്നെ കഴിഞ്ഞ വർഷം നമ്മളൊരു കുട്ടിയെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം. വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവരുടെ ആഗ്രഹങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. തെറാപ്പി ആണെങ്കിൽ വാട്ടവർ എന്താണെങ്കിലും അത് ചെയ്യുന്നതാണ്. ദെൻ സ്റ്റേജ് ആകുമ്പോൾ മാസ് ഹിപ്നോട്ടിസമാണ്. അതായത് നമ്മൾ ഒന്നിക്കൂടുതലാവുക. ഇപ്പം ലാസ്റ്റ് നമ്മൾ ചെയ്തത് എൻ്റെ പ്രൊഫൈലൊക്കെ ഇട്ടിട്ടുണ്ട്. അഹല്യ കോളേജിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു. അറ്റ് എ ടൈം നമ്മൾ ഏകദേശം 200 പേരെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് മാസ് ഹിപ്നോട്ടിസം. അതായത് ഒന്നിക്കൂടുതൽ ആളെ എത്ര ആളെ വേണമെങ്കിലും നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നോൺ വെർബൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളിനെ സംസാരം ഇല്ലാണ്ട് ആംഗ്യങ്ങളിലൂടെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങി ഒരുപാട് മെത്തേഡ്സ് ഹിപ്നോട്ടിസിനകത്തുണ്ട്. ഓക്കെ, അപ്പം ഈ മെന്റലിസ്റ്റുകളാണെന്നുള്ള പേരിൽ ഇപ്പം സ്ട്രീറ്റിൽ ഇപ്പം മെയിനായിട്ട് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ആണ് ഈ പറഞ്ഞ പോലെ. പക്ഷെ അതൊരു സ്ട്രീറ്റ് മെന്റലിസം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ പറയുന്ന മെന്റലിസ്റ്റുകളൊക്കെ പിന്നെ ചെയ്യുന്ന പരിപാടി ഹിപ്നോട്ടിസം ആണ്. അതാണ് ഞാൻ ചോദിച്ചത്, ഈ പറയുന്ന ഹിപ്നോട്ടിസം മെന്റലിസം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു മെന്റലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ 1000-2000 രൂപയ്ക്ക് ഹിപ്നോട്ടിസം ക്ലാസ്സസ് എടുത്തു കൊടുക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു ടോപ്പിക്കാണ്. അതായത് പലരും എന്നെ കാണുമ്പോഴത്തേക്കും വന്നിട്ട് ചോദിക്കും, ചേട്ടാ മറ്റേ മെന്റലിസ്റ്റ് അല്ലേ, മരിച്ച ഒരാളിനെ കാണിച്ചിരുന്ന മെന്റലിസ്റ്റ് അല്ലേ, ഈ ഒരു ടോപ്പിക്ക് വരും. അപ്പം ഞാൻ അവരോട് അവിടെ തന്നെ ഞാൻ ക്ലാരിഫൈ ചെയ്യും, ഞാൻ മെന്റലിസ്റ്റ് അല്ല. ഞാൻ ഷാലുവിനോട് പറഞ്ഞതൊക്കെ തന്നെയാണ്, ഞാൻ മെന്റലിസ്റ്റ് അല്ല, ഞാൻ ഹിപ്നോട്ടിസ്റ്റ് ആണ്. മെന്റലിസം ഒരു ആർട്ട് ഫോമാണ്. അത് സത്യം പറഞ്ഞാൽ പലരും ഈ ഒരു ആർട്ട് ഫോമിനെയും പ്രശ്നമാവും. മെന്റലിസം ചെയ്യുന്ന ഒരു അത്യാവശ്യം ഫെയിമായിട്ടുള്ള പല ആളുകളുണ്ട്. മെന്റലിസം മാത്രം കൊണ്ട് ഉപജീവന മാർഗമായിട്ട് പോകുന്ന ആളുകളുണ്ട്. പല ഫേമസ് സെലിബ്രിറ്റീസും ഉണ്ട് മെന്റലിസ്റ്റ് എന്നുള്ള പേരിലുള്ളവർ. അവർക്കും അത് ബാധിക്കും, ഞങ്ങളെപ്പോലെ ഹിപ്നോട്ടിസം ചെയ്യുന്നവരെയും ബാധിക്കും. ഈ ചെറിയ ആളുകൾ ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം അവർ മെന്റലിസ്റ്റ് അല്ലെങ്കിൽ XY പേര് മെന്റലിസ്റ്റ് എന്നുള്ള പേര് കൊടുത്തിട്ട് അവർ ഹിപ്നോട്ടിസം ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തോ ചെയ്യും, മെന്റലിസ്റ്റ് ആണ് ചെയ്തതെന്ന് പറയും. ആക്ച്വലി മെന്റലിസം ചെയ്യുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് ഹിപ്നോട്ടിസിനെ പറ്റിയിട്ട് അറിവ് ഉണ്ടാവത്തില്ല. അവർ വന്ന് ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കേണ്ടത് ഈ പറയുന്ന ഹിപ്നോട്ടിസം ചെയ്യുന്ന പ്രോപ്പറായിട്ട് പഠിച്ച് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും. അതേപോലെ തന്നെ അവർ നോക്കുമ്പോഴത്തേക്കോ ഹിപ്നോട്ടിസം ചെയ്യുന്ന ഈ ചെയ്ത പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ അവരെയും ബാധിക്കും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഇല്ലാണ്ട് രണ്ട് സ്ഥലത്തും കിടന്ന് ചെയ്യുന്നവരാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. മാത്രമല്ല മെന്റലിസം റോട്ടി ഇറങ്ങി മെന്റലിസം എന്നുള്ള പേരിൽ ചെയ്ത് പഠിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന ഒരു പൈസക്ക് അത്യാവശ്യം വരുമ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിട്ട് 2000 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന അത്രയും
നോക്കി കണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ ബ്രെയിനിനെ ആക്സസ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹിപ്നോട്ടിസം. മെന്റലിസം പോലെയല്ല, ഒരാളുടെ ബ്രെയിനിനെ അവരുടെ റിലാക്സേഷനിൽ കൊണ്ടുപോയി അവർക്ക് എന്തും വേണമെങ്കിൽ സംഭവിക്കാം. ആ ഒരു സ്റ്റേറ്റിൽ പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിൽ അത് റീക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പം ആ ഉള്ള ട്രോമ എടുത്ത് കളയാനും പറ്റും. അപ്പോൾ അത് എന്താണോ അവരുടെ മെൻ്റൽ ഫിസിക്കൽ കണ്ടീഷൻ എന്നറിയാണ്ട് ഈവൻ ഒരാളിനെ ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പോൾ സ്റ്റേജിലായിക്കോട്ടെ സ്ട്രീറ്റിലായിക്കോട്ടെ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടോ, എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, പ്രഗ്നൻ്റ് ആണോ, അല്ലെങ്കിൽ ഈ പറയുന്നവർക്ക് എന്തെങ്കിലും ഷോൾഡർ പെയിനോ അങ്ങനെ എന്തെങ്കിലും ഡിസ്ലൊക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ജെന്നി അല്ലെങ്കിൽ അപസ്മാരം പോലത്തെ അസുഖങ്ങളുണ്ടോ, ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടോ, ഇതൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം പ്രോപ്പറായിട്ടൊരു ഗൈഡൻസോടുകൂടി ചെയ്യത്തുള്ളൂ. അതേസമയത്ത് പല ആളുകളും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാണ്ട് നോട്ടിൽ എവിടെയെങ്കിലും PDF വായിച്ച് പഠിക്കുകയോ 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് പഠിച്ചിട്ട് വരെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടി ഇറങ്ങിയിട്ട് ഒരാളിനെ ചെയ്യുകയും അവരുടെ ഷോൾഡർ പിടിച്ച് കൈ മൊത്തം ഇളക്കിയെടുക്കുന്ന രീതിയിലൊരു വലി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നമുണ്ടോ ഒന്നും അറിയാതെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ബലം തന്നെയാണ് ഈ ഒരു മേഖലയെ ഇതുവരെയും ഒരു ഗൈഡൻസോ കാര്യങ്ങളോ ഒരു റൂൾസോ റെഗുലേഷൻസോ ഇന്ത്യയിൽ ഇല്ല. പക്ഷേ ഫ്യൂച്ചറിൽ മേ ബി ഇതെല്ലാം കൊണ്ടുവരും. ഇത് ചിലപ്പം ഇത് വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും അതൊരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ മെൻ്റലിസം ചെയ്യുന്ന ആളുകളെയും പുറത്തുള്ള ആളുകൾ പേടിക്കാൻ തുടങ്ങും, ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളുകളെയും പുറത്തുള്ള ആളുകൾ പേടിക്കാൻ തുടങ്ങും. പലരും പറയുന്നുണ്ട്, നമ്മളെ കണ്ടോടെ പറയും ചേട്ടാ മെൻ്റലിസ്റ്റ് അല്ലേ, എനിക്ക് എൻ്റെ അടുത്ത് വരല്ലേ, എൻ്റെ കണ്ണിൽ നോക്കല്ലേ, കണ്ണിൽ കൂടെ എല്ലാ രഹസ്യങ്ങളും എടുക്കും എന്നുള്ളത് ഒരിക്കലും അങ്ങനെയൊന്നും പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഒരാളുടെ മൈൻഡ് വായിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. 100% പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ പ്രേത മൂവി എടുക്കാം. പ്രേത മൂവിയിൽ ഈ പറയുന്ന ജയസൂര്യ അഭിനയിക്കുന്ന റോൾ എന്ന് പറയുന്ന ഒരു മെന്റലിസ്റ്റ് ആയിട്ടാണ്. സോ അതില് ഒരാളെ തൊടുമ്പോൾ മറ്റാൾക്ക് ഫീൽ ചെയ്യുന്നു. അത് ആക്ച്വലി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജയസൂര്യ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിൻ്റെ പല സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പല മെൻ്റലിസ്റ്റുകളും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ടും എൻ്റെ ഡിഫറെൻ്റ് ആണ്. ആ സിനിമയിൽ ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന എക്സാജറേഷൻ മാത്രമാണത്. മെൻ്റലിസത്തിലോട് വരുമ്പോൾ നമ്മൾ പ്രോപ്പർലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ മെൻ്റലിസ്റ്റുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് മാജിക് പോലൊരു ഹയർ ഫോം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ് അവരുടെ ആ ഒരു കഞ്ഞിയിൽ മാറ്റിയിടുന്നില്ല. കാര്യം പല മെൻ്റലിസ്റ്റുകളും ഹിപ്നോട്ടിസ്റ്റുകളെ കുറ്റപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ഇതുകൊണ്ട് നമ്മൾ തിരിച്ചു പറയുന്നില്ല. അവരുകൊണ്ട് ജീവിച്ചു പോകുന്നതാണ്, പോട്ടെ. ഓക്കെ, അപ്പം മെന്റലിസ്റ്റുകളും ഹിപ്നോട്ടിസ്റ്റുകളും തമ്മിൽ ഒരു അടിയാണോ? ഇല്ല, അടി എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് മെന്റലിസത്തിന് ആർട്ട് ഫോമായിട്ട് കണ്ട് അതങ്ങനെ കൊണ്ടുപോകുന്നവർ ഓക്കെ. അവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാക്കി പറയാൻ ശ്രമിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങളിലോട്ട് ആളുകളെ ഇതെന്തോ ഭയങ്കര എന്തോ ഭയാനകരമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇത് പറയുന്ന എന്തോ ദൈവികമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ പിശാജ് ഒരു ഡെവിൾ സൈഡാണ് ഈ പറയുന്ന ഹിപ്നോട്ടിസം എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആളുകൾക്കെതിരെ മാത്രം സംസാരിക്കുന്നത്. ഇതിനെ ആർട്ട് ഫോമായിട്ട് കണ്ട് അല്ലെങ്കിൽ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ലൈക്ക് ഞാൻ പറഞ്ഞു പിച്ചാത്തി പോലെയാ. നമുക്ക് കറക്കി അരിഞ്ഞ് കഴിക്കുകയും ചെയ്യാം, ആളുകളെ ഹെൽത്തി ആക്കി ഇരിക്കുകയും ചെയ്യാം, അവരെ അത് വെച്ച് കുത്തി ഹർട്ട് ചെയ്യുകയും ചെയ്യാം. ഇതുപോലെയാണ് ഈ പറയുന്ന സാധനം. മെൻ്റലിസം പറഞ്ഞില്ലേ, മെൻ്റലിസം പ്യുവറായിട്ട് ഒരു പ്രശ്നമില്ല, ഹാപ്പി ആയിട്ടൊരു ഇത് സീറോ ഫെയിലിയറാണ്. മെൻ്റലിസം ചെയ്യുന്ന സമയത്ത് നമുക്ക് 100% സക്സസ്സോടുകൂടി ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് മെൻ്റലിസം. അതേസമയം ഹിപ്നോട്ടിസം വരുമ്പോൾ 50 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 20 പേർക്കേ അത് വർക്കാവത്തുള്ളൂ. ബാക്കി ഒരു 30 പേരെ സംബന്ധിച്ചോളം അവർക്ക് അത് ഫീൽ ചെയ്യത്തില്ല. അവർ പറയും ഞാൻ ഉറങ്ങിയില്ലല്ലോ, നിങ്ങൾ ഉറങ്ങിയില്ല, ഉറങ്ങാൻ പറഞ്ഞു എന്നോട്, നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ഇതൊരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഉന്മാദ അവസ്ഥയാണ്, ഒരു ട്രാൻസ് സ്റ്റേറ്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റിൽ പോകുമ്പോൾ ഓരോ ആളുകൾക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലർക്ക് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, എല്ലാം കട്ടായ എനിക്ക് ഫീൽ ആയിരിക്കും. ചിലർക്ക് എല്ലാം കേൾക്കാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും, ബോഡി മാത്രം അനങ്ങത്തില്ല. ചിലർക്ക് അനങ്ങാൻ പറ്റത്തില്ല, എല്ലാം അറിയാൻ പറ്റും. അത് ഓരോ പേഴ്സണെ ഡിപ്പെൻഡഡ് ആയിരിക്കും ഈ ഒരു ഹിപ്നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പം നമ്മുടെ ജ്യോതിഷം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ജ്യോത്സ്യന്മാർ യൂസ് ചെയ്യുന്നത് മെന്റലിസം എന്ന് പറയുന്ന ട്രിക്കാണ്, ഈ ഭാവി ഭൂതം വർത്തമാനമൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അല്ല, ഞാൻ ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ട് ഓവറായിട്ട് ഞാൻ പറയാൻ ശരിയില്ല. പക്ഷേ എൻ്റെ ഒരു നോളജ് വെച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു സൈഡാണ്. എനിക്കൊന്ന് കേട്ട് കാണും, ടാരോട്ട് കാർഡ് റീഡിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് പുറത്ത് രാജ്യങ്ങളിൽ ചെയ്യുന്നതാണ്. ടാരോട്ട് കാർഡ് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുക, അവരുടെ ബർത്ത് ഡേറ്റ് അല്ലെങ്കിൽ അവരുടെ എല്ലാം കൂട്ടി വായിച്ചതിന് ശേഷം ഈ കാർഡ് എടുത്തിട്ട് ആ ഒരു കാർഡ് വെച്ചിട്ട് അവരുടെ ഫ്യൂച്ചർ ഇതെല്ലാം ഇട്ട് നോക്കുന്നൊരു രീതിയാണ്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, എന്തൊക്കെ കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളിൽ ഉണ്ടല്ലേ? യെസ്, ഉണ്ട്. അപ്പോൾ എനിക്കൊരു പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടല്ലേ, ഇങ്ങനെ ഇട്ട് നോക്കി പിടിച്ച് പറയുന്നതാണ് കൂടുതലും. ഒപ്പം പിന്നെ ഈ പറയുന്ന നമുക്ക് ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയൊക്കെ ഇത് വെച്ചിട്ട് നോക്കിയിട്ടൊക്കെയാണെന്നൊക്കെ പറയും. സോ അതിനെപ്പറ്റി എനിക്ക് വലുതായിട്ട് വലിയ ഐഡിയ ഇല്ല. സോ അതിനെപ്പറ്റി ഞാൻ അധികം അറിയാത്ത ആളെ പറ്റി പറയുന്നതുമില്ല. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ് ഈ വിഷ്ണുമായ ചാത്തൻ സേവ. ഈ വിഷ്ണുമായ ചാത്തൻ സേവ
ബിഗ് ബോസിലുണ്ട് ചാത്തൻ സേവ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അനുമോളുടെ കയ്യിലൊരു പാവയുണ്ട്, പ്ലാച്ചി എന്ന് പറയുന്നത്. ഇപ്പം റീൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലബൂബു എന്ന് പറഞ്ഞൊരു പാവയുണ്ട്. ഈ ലബൂബു വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ്, അങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഏകദേശം അതൊന്നും പോലെ ഇല്ലേലും ഒരു പാവ കയ്യിലുണ്ട് അനുമോളുടെ കയ്യിൽ. പക്ഷെ അനുമോള് ഇത് വെച്ച് തമാശ രൂപേണ ആണെങ്കിൽ ഇങ്ങനെ 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 എന്തൊക്കെയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൽ ശരത് അപ്പാണിയാണെങ്കിലും അഡ്വക്കേറ്റ് ശൈത്യ ആണെങ്കിലും പറയുന്നുണ്ട് അത് ചെയ്തതിനു ശേഷം എനിക്ക് എന്തോ ഒരു തളർച്ച. അല്ല ഞാൻ പറയാം, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത്, ഞാൻ ഇത് കയറി പോകാനുള്ള വഴിയൊന്നും അല്ല നോക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു നോളജ് വെച്ച് ഞാൻ അറിഞ്ഞതും എൻ്റെ കൂടെ ഉള്ളവരുടെ വിശ്വാസങ്ങൾക്ക് ആലോചിച്ചിട്ട് പറയാം. ഇപ്പം ഓരോന്ന് പറഞ്ഞുതരാം. ഈ വിഷ്ണുമായ സ്വാമി എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന ഹിന്ദു മിത്തോളജിയിലുള്ളത് കുട്ടിച്ചാത്തനെയാണ് പറയുന്നത്. ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ശിവൻ്റെ ഒരു സന്തതിയായിട്ടും അതൊരു എനർജി ആയിട്ടൊക്കെയാണ് പറയുന്നത്. അതൊരു ഉഗ്രമൂർത്തിയാണ് എന്ന് പറയുന്നുണ്ട്. അതൊരു എനർജിയാണ്. എനർജി എന്ന് പറയുന്നത് ഇപ്പം വൈഫൈ ഒരു എനർജിയാണോ, നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് കറണ്ട് ഒരു എനർജിയാണ്. ഇതേപോലെ അതെല്ലാം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, ഇല്ലേ? റേഡിയോ ആക്റ്റീവ് സിഗ്നൽസ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതെല്ലാം എനർജി ആണെങ്കിൽ അതേപോലൊരു എനർജിയാണ് ഈ പറയുന്ന ദൈവങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നത്. സുപ്രീം പവർ, ഒരു സുപ്രീം പവർ ഉണ്ട്, അത് നമുക്കറിയാം. എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സുപ്രീം പവർ ഉണ്ട്. അതിനെ നമ്മൾ പല രീതിയിൽ, പല മുസ്ലിംസ് അള്ളാഹ്, ഹിന്ദുസ് ജീസസ്, ക്രിസ്ത്യൻസ് ജീസസ്, ഹിന്ദുസ് ശിവൻ, പാർവതി, പല ടൈപ്പ് ഓഫ് രീതിയിൽ പറയുന്നു. സോ അതേപോലെ ഒരു എനർജിയാണ്. അതിലിപ്പം വിഷ്ണുമായ സ്വാമി എന്ന് പറയുമ്പോൾ അതൊരു എനർജിയാണ്. അത് ക്രിസ്ത്യൻസിലോട്ട് പോകുമ്പോഴത്തേക്ക് മറ്റേ കർത്തച്ചനൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ രീതിയിൽ പോകും. മുസ്ലിംസിലോട്ട് പോകുമ്പോൾ ജിന്ന് സേവ എന്ന് പറയും. ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് എനർജീസാണ്. എനർജീസ് എന്ന് പറയുന്ന സാധനം ഉള്ളതാണ്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ എനിക്ക് ബിഗ് ബോസിലുള്ള ഇപ്പം അത് പറയുന്നതിന് മുമ്പ് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ശരത്ത് അപ്പാനിക്കാണെങ്കിൽ അവർക്കൊക്കെ ഇത് ഫീൽ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ബി ഉള്ളതാവാം ഇല്ലാത്തതാവാം, ഞാനൊന്നും ഇല്ലാത്ത കാര്യം പറയുന്നില്ല. ഇപ്പോൾ ഒരു പക്ഷേ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനർജീസിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഈ ഒരു പ്ലാച്ചി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പാവയിടാത്ത എന്തെങ്കിലും ഈ കൂടോത്രമൊന്നും സാധനമില്ലേ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരാളിനെ ബാധിക്കുന്നത് ആക്ച്വലി അവരുടെ ഫിയറാണ്. നമ്മളെപ്പോഴും പറയേണ്ടത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സ്റ്റേ ദെയർ. ഈ ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിനപ്പുറം നിൽക്കുക. അതിനപ്പുറം ഇപ്പം ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പുറത്തു പോയി കഴിഞ്ഞാൽ തലയിൽ ആണി വെച്ചുകൊണ്ട് പോകണം, പുറത്തിറങ്ങി കഴിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി അടിക്കും എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഒരു അന്നും ഉണ്ട് ഇന്നും ഉണ്ട്, എത്ര കാലം കഴിഞ്ഞാലും ഉണ്ട്. ബിക്കോസ് എനർജീസ് എന്ന് പറയുന്ന സാധനം ഉള്ളതാണ്. അത് നെഗറ്റീവ് എനർജി ആണെങ്കിലും ഇപ്പം നമ്മുടെ ഒരു അപ്പൂപ്പൻ മരിച്ചുപോയി കഴിഞ്ഞാൽ എൻ്റെ അപ്പൂപ്പനല്ലേ എന്നല്ല, അതൊരു എനർജിയാണ്. ഇറ്റ് ഈസ് എ കോൺഷ്യസ്നെസ്. ഞാൻ പറയുന്ന ആത്മാവ്, പ്രേതം, ഭൂതം എന്നുള്ളതല്ല. മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. പ്രേതം, ഭൂതം എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത്. എനർജീസ് ആണ്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ എനർജി ഉണ്ട്. അതൊരു കോൺഷ്യസ്നെസ് ആണ്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺഷ്യസ്നെസ് ഇവിടെ അന്തരീക്ഷത്തിലുണ്ടാവും. അതൊരു വീക്കർ കോൺഷ്യസ്നെസ്സിലോട്ട് ചേരുമ്പോഴാണ് ചില ആളുകൾക്ക് ബാധ കയറിയ രീതിയിൽ സംസാരിക്കുന്നത്. ചിലപ്പോൾ എവിടെയെങ്കിലും ജീവിച്ചിരുന്ന ഒരാളുടെ കഥകളായിരിക്കും ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നതൊക്കെ. ബിക്കോസ് ഒരു സബ് കോൺഷ്യസിൽ വേറൊരു കോൺഷ്യസ് ആകുമ്പോൾ അതിനെ ഓവർകം ചെയ്ത് അത് ടോക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് ആ സംഭവം. അതേപോലെ തന്നെ നമുക്ക് എനർജീസിനെ റിസീവ് ചെയ്യാനും എനർജീസിനെ ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജീസിനെ ഒരു സ്ഥലത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കൂടോത്ര ഇങ്ങനെയുള്ള കാളെല്ലാം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയില്ലെങ്കിൽ നമ്മളെ ബാധിക്കത്തില്ല. നമ്മളെ പേടി തന്നെയാണ് നമ്മളെ അത് ബാധിക്കുന്നത്, നമുക്കത് അഫക്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം. ഇപ്പം ഈ പറഞ്ഞതിൽ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്, ഇപ്പം വേറെ ആളുകളുടെ കഥ എങ്ങനെ കൂളായിട്ടിരുന്ന് പറയുന്ന ആളുകൾ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് ശാന്തി ദേവി എന്ന് പറയുന്ന ഒരു മരണപ്പെട്ടുപോയ റീകാർണിയേഷൻ. അതെ, പുനർജന്മം എന്നാണ് പറയുന്നത്. അത് 4 വയസ്സിൽ എങ്ങാണ്ട് ഇതായിട്ട് കിട്ടിയ കുട്ടിയുടെ ബോഡി, ആ കുട്ടി അതൊക്കെ ഒരുപാട് കേസുണ്ട്. ആ എക്സാക്ട്ലി ആ മരണപ്പെട്ടു പോയ സ്ഥലത്ത് പോയിട്ട് ആ ഡെഡ് ബോഡി കിടന്ന സ്ഥലം എവിടെയാണെന്നും തലയിൽ പിടിച്ചതും തലയിലെ പാട് വന്നിട്ട് ആ പാട് എക്സാക്ട്ലി ആ ബുള്ളറ്റ് ഷോട്ടിന്റെ അതേ പാട് കിട്ടിയത്. അതിന്റെ ഒരു തിയറി എന്ന് വെച്ചാൽ ഈ റീകാർണിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവരെന്തോ അസുഖം വന്ന് മരിച്ച എന്തോ എനിക്കതറിയില്ല. കേസുണ്ട്. ഏതാണ് കൺഫ്യൂഷൻ. അല്ല, ഇത് മഹാത്മാഗാന്ധി ടൈമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കേസാണ്. ശാന്തി ദേവി എന്ന് പറഞ്ഞ അവർ ഒരു വൈഫായിരുന്നു, അവർക്ക് അസുഖം വന്ന് മരിച്ചു കഴിഞ്ഞ് ഇവർ പുനർജനിച്ചപ്പോൾ ഈ ഇത് ചെറിയൊരു കുട്ടി ഇവരുടെ ഭർത്താവിന്റെ പേര്, പ്ലേസ്, ലൊക്കേഷൻ ഒക്കെ ഇതേപോലെ 2-3 കേസുണ്ട്. ഞാൻ നമ്മൾ എല്ലാം കൂടെ സ്റ്റഡി വെച്ചിട്ടുള്ള കൺഫ്യൂഷൻ ആയത്. ഇതിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയായിരുന്നു, അതും സെയിം എക്സാക്ട്ലി കുട്ടിയായിരുന്നു. കുട്ടിയുടെ ഈ ഭാഗത്തൊരു സ്കാർ ഉണ്ടായിരുന്നു, ഒരു മറുകം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ആ കുട്ടി എന്നെ ഒരാൾ കൊന്നതാണെന്നും എൻ്റെ ഡെഡ് ബോഡി ഇന്ന സ്ഥലത്തുള്ളതാണെന്നും പറഞ്ഞ് അവിടെ കൊണ്ട് എക്സാക്ട്ലി അവിടെ ഡിഗ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഒരു അസ്ഥികൂടം ഉണ്ടായിരുന്നു. ആ അസ്ഥികൂടത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ബുള്ളറ്റ് ഷോട്ട് ഏറ്റ ഒരു പാടും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് നമ്മൾ അറിയാതെ വന്നിരിക്കുന്ന ഏതെങ്കിലും വലിയൊരു മറുകം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ മരിച്ചുപോയി, അതായിരുന്നു കാരണം എന്നൊക്കെയാണ് പറഞ്ഞത്. സോ എനിക്കത് അറിയത്തില്ല എത്രത്തോളം. നമുക്കൊരു എന്നെ സംബന്ധിച്ചോളം ഞാൻ പൂർണ്ണമായിട്ടും
ഈ പറയുന്ന എനിക്ക് സയൻസ് തള്ളിക്കളയുന്ന ആളുമല്ല. സയൻസ് പ്ലസ് ഈ പറയുന്ന സ്യൂഡോ ഇത് രണ്ടിനോടെ കമ്പൈൻ ചെയ്ത് എന്തൊക്കെ അതിൽ നിന്ന് കിട്ടും എന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, ഇതിപ്പോൾ എൻ്റെ കൈ കിടക്കുന്നതാണ്. ഇതുപോലെ തന്നെ സിനിമാ താരങ്ങളാണെങ്കിലും പ്രമുഖരായിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെയും ക്രിസ്റ്റൽസ് വെയർ ചെയ്യുന്ന ഒരാളാണ്. കാര്യം ബിക്കോസ് ക്രിസ്റ്റൽസിന് എനർജീസിനെ റിസീവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ഈ അമ്പലങ്ങളിൽ ഇരിക്കുന്ന കല്ലുകൾ, വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഒരു കല്ലാണ്. എന്തുകൊണ്ടാണ് അവിടെ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നത്? അവിടെ നമ്മൾ ഈ മന്ത്രോച്ചാരണം, ബിക്കോസ് എല്ലാം ഫ്രീക്വൻസിയാണ്. ഇപ്പോൾ ഓം അല്ലെങ്കിൽ അല്ലാ എന്ന് പറയുന്ന എല്ലാം ഒരു വൈബ്രേഷനാണ് അല്ലേ? ഈ വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീക്വൻസിയാണ്. ഈ ഫ്രീക്വൻസിക്ക് ഇതിനെ ചാർജ് ചെയ്യാൻ പറ്റും, കല്ലുകളെ ചാർജ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് കാരണം. ഇപ്പം വിഗ്രഹങ്ങളാണെങ്കിലും പോസിറ്റീവായിട്ട് മാറുന്ന നേരം ആ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് അത് പോസിറ്റീവ് ആവും. പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ നെഗറ്റിവിറ്റീസ് ആയിട്ട് അവിടെ പോയി ചെന്ന് നിൽക്കുമ്പോൾ അത് ഏറ്റെടുത്ത് നമ്മളെ കൂടെ അത് ചാർജ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ക്രിസ്റ്റൽസ് ആണെങ്കിലും ചാർജ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജീനെ പറ്റി കുറച്ച് നേരമായിട്ട് നമ്മൾ സംസാരിക്കുന്നു. അതേസമയം പറയുന്നു പ്രേതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലെന്ന്. പക്ഷേ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് ചിലർ മരിച്ചവരെ കാണുന്നു. ചില ആളുകളുടെ ഇപ്പം മുസ്ലിംസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലരുടെ മേൽ ജിന്ന് കയറുന്നു. ഇതൊക്കെ അവർ ലൈവായിട്ട് കാണുന്നു. പിന്നെ ഒരു പെണ്ണ് ജിന്ന് കയറി ആണിനെ പോലെയൊക്കെ സംസാരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോൺഷ്യസ്നെസ് ആണ്, ഒരു എനർജിയാണ്. ആ ഒരു കോൺഷ്യസ്നെസ് ഒരു മറ്റൊരു കോൺഷ്യസ്നെസ്സിലോട്ട് സിങ്ക് ആവുന്ന സമയത്ത് അതിനേക്കാളും ഹയർ എനർജി ആണെങ്കിൽ അതായിട്ട് മാറും ആള്. ഇപ്പോൾ ഞാൻ എൻ്റെ തലച്ചോറിൻ്റെ ഇപ്പം ഷാലുവിൻ്റെ തലച്ചോറിൻ്റെ മേളിൽ എൻ്റെ ഒരു പവർഫുൾ തലച്ചോറ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഷാലു സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ സംസാരിച്ചു തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? അത്രയേ ഉള്ളൂ അവിടെ നടക്കുന്നത്. പിന്നെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ബ്രെയിനിൽ ഹാലുസിനേഷൻ എന്നുള്ള സാധനം നടക്കും. ഇപ്പം ഞാൻ മരിച്ചുപോയ ആളെ കാണിച്ചു കൊടുക്കുന്നില്ല, അത് യഥാർത്ഥ ആളാണോ? ചിലർ പറയും നീ എന്നെ വിളിച്ചിട്ട് പറയും നീ ചുണ ഉണ്ടെങ്കിൽ എന്നെ വെല്ലുവിളിക്കാം, ഒരാൾ മരിച്ചുപോയ കാര്യം നീ ആ ആളെ കൊണ്ട് കാണിച്ചിട്ട് പറയിക്കാൻ. ഞാൻ എന്നെ പറയിക്കാനാ? ഞാൻ കാണിച്ചു കൊടുക്കുന്നത് അവരുടെ ബ്രെയിനിൽ കിടക്കുന്ന ഒരു മെമ്മറിയെ എടുത്ത് മറ്റൊരാളായിട്ട് തോന്നിപ്പിക്കുക. ഹാലുസിനേഷനാണ്. അപ്പോൾ പലരുടെ ലൈഫിലും ഈ പറയുന്ന ഹാലുസിനേഷനാണ് നടക്കുന്നത്. ചെറിയൊരു പേടി വന്നാൽ മതി, ഒരു വാഴ അനങ്ങുന്ന അത് കണ്ടിട്ട് പേടിച്ചാലും മതി, തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ രൂപമായിട്ട് തോന്നിയെന്ന് വരാം. മനസ്സിലായി? നമ്മുടെ ബ്രെയിൻ അങ്ങനെ നമ്മളെ തോന്നിപ്പിക്കുന്നതാണ്. ഏറെക്കുറെയുള്ള ആളുകൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു അസുഖമാണ് സ്ക്സോഫീനിയ എന്ന് പറയുന്ന അസുഖം. ഇല്ലാത്ത കാര്യം കാണാൻ തുടങ്ങും, ഇല്ലാത്ത ശബ്ദം കേൾക്കാൻ തുടങ്ങും. അതൊരു മാനസിക അസുഖമാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഈ പോക്കുവരവ് എന്ന് പറയുന്ന സംഭവം ഇപ്പം നമ്മുടെ കാന്താര മൂവിയൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം ഈ പോക്കുവരവ് എന്ന് പറയുന്ന സംഭവത്തിൽ വിശ്വാസമുണ്ടോ? ഞാൻ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന പല കഥകളിലും കേൾക്കുന്ന കാര്യമാണ് ഈ പോക്കുവരവ് എന്ന് പറയുന്ന സാധനം. അത് എൻ്റെ ഒരു യുക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പം ഇത്തിരി കുറച്ച് മുന്നേ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ അനുഭവിച്ച എനർജീസ് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുള്ളതാണ്. ഈ ബാധ പോലെ കയറി വന്ന ആളും അല്ലെങ്കിൽ ആ സംസാരിക്കുമ്പോൾ വേറെ സ്ഥലത്ത് ജീവിച്ചിരുന്ന എക്സാക്ട്ലി ഒരു 10-30 വർഷം മുമ്പ് മരിച്ചു ഒരാൾ ഈ ആളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളായിരിക്കും. പക്ഷേ ആളുടെ കഥകളൊക്കെ പറയുന്നത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ യുക്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ പോക്കുവരവ് എന്ന സാധനം ഞാൻ ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരോ പരിചയത്തിലുള്ളവരോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ യുക്തിക്ക് നിരക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് കാണണം.